കേരളം കണ്ട ഏറ്റവും വലിയ പ്രാന്തൻ നാരായണത്ത് പ്രാന്തൻ അദ്ദേഹത്തിന്റെ മുമ്പിലാണ് ഞാൻ ഇന്ന് പാലക്കാട് നിന്ന് കോഴിക്കോടുള്ള യാത്രയില് ഒപ്പം കഴിഞ്ഞപ്പം കാണുന്ന ഈ അരയനല്ലൂർ മല, ഈ മലമുകളിൽ നിന്നാണ് ഇദ്ദേഹം താഴത്തേക്ക് കല്ലുരുട്ടിയതും ആ കല്ല് കയറ്റിയതും. ഒരു മുഴുപ്രാന്തൻ. അയാൾ പ്രാന്തനാണോ മനുഷ്യനാണോ എന്നൊന്നും ആരും ആലോചിച്ചില്ല. അദ്ദേഹത്തെ വിളിച്ചു നാരായണത്ത് പ്രാന്തൻ. പറയിപറ്റ മന്ദിരത്തിലെ ഏറ്റവും ശക്തനായ കഥാപാത്രം. അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്താൻ കഴിയുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ മലയുടെ താഴെ വരെയുള്ള സ്റ്റെപ്പ് കയറുന്നിടത്ത് ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു 300 സ്റ്റെപ്പുകളേ ഉള്ളൂ എന്ന്. കയറി ഞാൻ എണ്ണി നോക്കിയപ്പം ഏകദേശം 514 സ്റ്റെപ്പുകൾ. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് പലപ്പോഴും മനസ്സ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കയറ്റം കയറി വന്നു ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നമിക്കുക. കാരണം ഇദ്ദേഹം ഒരു പ്രാന്തനല്ല. ആ പ്രാന്തം നമുക്കൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ മെസ്സേജ് മനുഷ്യ സമൂഹത്തിനായിരുന്നു. നിങ്ങൾ എന്തൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നാലും എന്തൊക്കെ കയറ്റിക്കൊണ്ടുവന്നാലും ഒരു നിമിഷം മതി അതൊക്കെ തച്ചുടയ്ക്കാൻ എന്നുള്ള മെസ്സേജാണ് നാരായണത്ത് പ്രാന്തൻ ലോകത്തിന് നൽകിയത്. അദ്ദേഹത്തിന്റെ അമ്പലത്തിന് തൊട്ട് ഉണ്ട്. അവിടെ കയറിയിട്ടില്ല, അവിടെ കയറണം. പക്ഷെ ഒരു വല്ലാത്ത അനുഭവം. ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ സ്വയം ഞാൻ തന്നെ ചോദിക്കുകയാണ്, എനിക്കും പ്രാന്തമുണ്ടോ എന്ന്. ഏതായാലും ഈ പ്രാന്തനെ കാണാൻ, ഈ പ്രാന്തൻ എത്താൻ കഴിഞ്ഞതിൽ ഒരു വലിയ, ഇങ്ങനെ ഒരു 64 വയസ്സിനിടയിൽ ഇങ്ങനെയും ഒരു ദിവസം കിട്ടി എന്നുള്ളത് യാദൃച്ഛികമാകാം, പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് ഞാൻ പലതിലും എടുക്കാറുള്ളത്. ഇതും ചുവട്ടും ഇങ്ങോട്ട് കയറാനുള്ള തീരുമാനമാണ്. ഞാൻ ഇവിടെ വന്ന ഇപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും കല്യാണം കഴിച്ച് അടുത്ത് ഫയർഫോഴ്സിൽ തൃശ്ശൂർ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പുതുതായി കല്യാണം കഴിച്ചാന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂട്ടി വന്ന. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എത്ര സ്റ്റെപ്പ് ഉണ്ട് നിങ്ങൾ? അദ്ദേഹം എണ്ണിയിട്ടില്ല. അദ്ദേഹം തിരിച്ചിറങ്ങുമ്പോൾ എണ്ണി വയ്ക്കും. ഫയർഫോഴ്സുകാർ ഇതൊക്കെ സ്റ്റെപ്പ് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കണം എന്നാണ്